അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനുകളെ. ഞാൻ ഇത്രയേറെ വിഷമിച്ച ഒരു മരണവാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹൃദയം നുറുങ്ങുന്ന വാർത്തയാണ്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഈ ഒരു പൊന്നുമോന് 8 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഫൈസാൻ മോൻ എന്ന ഈ ഒരു പൊന്നുമോന്റെ മരണം ആ കുടുംബത്തിന് ഇന്നും താങ്ങാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഒരു പൊന്നുമോന്റെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം. അവർ വല്ലാത്തൊരവസ്ഥയിലാണ് ഇന്നുള്ളത്. ചെറിയ മോനാണ്, 8 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അതും ആ പൊന്നുമോനെ എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നറിയുമ്പോൾ നമ്മുടെയൊന്നും ആരുമല്ലാഞ്ഞിട്ട് പോലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? എല്ലാവരും ദുആ ചെയ്യണം, ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും ലഭിക്കാൻ. പിന്നെ എല്ലാവരും ഓരോ ഫാത്തിഹ ഓതി ആ പൊന്നുമോന്റെ ഖബറിലേക്കും എത്തിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നത്. ഇതുപോലത്തെ ഒരു മരണമായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ താമസിച്ചു പോയത്. നമ്മളും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. കേട്ടവരെ ആരെയും ഒന്ന് സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ്. ആ പൊന്നുമോന്റെ മാതാപിതാക്കൾക്ക് മാത്രമല്ല, എല്ലാ മാതാപിതാക്കൾക്കും ഒരുപോലെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇത്. നല്ലൊരു സുന്ദരനായ പൊന്നുമോന്, ആ പൊന്നുമോന്റെ മരണം ഇങ്ങനെയായിരുന്നു. പടച്ചറബിന് വിധിയായിരിക്കാം, പടച്ചറബിന്റെ കലാകായിരിക്കാം. പക്ഷെ എന്തെന്നായാലും നമ്മൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഒരു അശ്രദ്ധ മൂലമാവരുത് നമ്മുടെ മരണം. പടച്ചറബ് എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം 7:30 മണിക്ക് കളിക്കാൻ വേണ്ടി അയൽപക്കത്തെ വീട്ടിലേക്ക് പോയതായിരുന്നു. അയൽപക്കത്തെ വീട്ടിലേക്ക് പോകണമെങ്കിൽ റെയിൽ പാളയം മുറിച്ച് കടക്കണമായിരുന്നു. അങ്ങനെ റെയിൽ പാളയം മുറിച്ച് കടക്കുമ്പോഴാണ് ആ പൊന്നുമോൻ അപകടമുണ്ടായത്. എത്ര സന്തോഷത്തോടെ കളിച്ചും ചിരിച്ചും പോയ മോനാണ്. ആ കുടുംബത്തിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. ഇന്ന് വല്ലാത്തൊരവസ്ഥയിലാണ് അവരുള്ളത്. ആ പൊന്നുമോന്റെ ദേഹത്ത് ട്രെയിൻ തട്ടി ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലിരിക്കെ കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ആ പൊന്നുമോന് മരണപ്പെടുകയും ചെയ്തു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നല്ല മിടുക്കനായ സുന്ദരനായ മോന്, എല്ലാത്തിലും മിടുക്കനായിരുന്നു ആ പൊന്നുമോന്. കോഴിക്കോട് വെസ്റ്റ് കണ്ണാഞ്ചേരി കുഞ്ഞീരമ്പലത്ത് അഹമ്മദ് കോയയുടെ മകനാണ് മുഹമ്മദ് ഫൈസാൻ. 8 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി. യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് ആണ് ഇടിച്ചത്. പ്രിയപ്പെട്ടവരെ, മക്കൾ മരണപ്പെട്ടാൽ മാതാപിതാക്കളുടെ അവസ്ഥ നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മരണമാകുമ്പോൾ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ ഒരു അവസ്ഥയിലാണ് ആ കുടുംബമുള്ളത്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം. ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും ലഭിക്കാൻ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ആ പൊന്നുമോന്റെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ആ മാതാപിതാക്കളുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. പടച്ച റബ്ബേ, അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, മരണപ്പെട്ട പൊന്നുമോൻക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, നരകം ഹറാമാക്കി കൊടുക്കണേ അല്ലാ. മഅഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. മാരകമായ രോഗത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ആ പൊന്നുമോന്റെ പൊന്നുപ്പാക്ക് പൊന്നുമ്മാക്ക് നീ ഈ ഒരു വിയോഗം സഹിക്കാനുള്ള കരുത്ത് നീ നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഈ പൊന്നുമോന്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.